നമസ്കാരം. എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ ഈ പാരായണത്തിലേക്ക് സ്വാഗതം. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. പൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാത്മീകി കോകിലം. സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷു രവിസ്വരൂപം പ്രണമ്യ തുഞ്ചത്തെഴുമാര്യപാദം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ. യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. ശ്രീ ആഞ്ജനേയ സ്വാമിക്ക് ജയ്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരി ഓം. ഇന്ന് നമ്മള് ആരണ്യകാന്ഡം ആരംഭിക്കുകയാണ്. അപ്പോ ചൊല്ലുന്നത്, ഇന്ന് പാരായണം ചെയ്യുന്നത് രാധാമണി അമ്മയും തുടക്കം മുതൽ ജടായു സംഗമം വരെയുള്ള ഭാഗങ്ങളാണ് ഇന്ന് നമ്മൾ പാരായണം ചെയ്യുന്നത്. നമുക്കിവിടെ ആരംഭിക്കാം. രാധാമണിജി ആരംഭിച്ചോളൂ. ഹരി ഓം. ഹരി ഓം. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാപദേ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മ രാമ. ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണെ, ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ. ശാരിക പൈതൽ താനും വന്നിച്ചു വന്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൻ. അരണ്യകാണ്ഡം. ബാലികേ ശുകകുലമൗലി മാലികേ ഗുണശാലിനി ചാരുശീലെ ചൊല്ലിയിടുമടിയാതെ. നീലനീരത നിഭൻ നിർമ്മലൻ നിരഞ്ജനൻ നീലനീരജദളലോചനൻ നാരായണൻ. നീലലോഹിത സേവ്യൻ നിഷ്കളൻ നിത്യൻ പരൻ കാലദേശാനുരൂപൻ കാരുണ്യനിലയനൻ പാലനപരായണൻ പരമാത്മാവു തന്റെ ലീലകൾ കേട്ടാൽ മതിയാകയില്ലൊരിക്കലും. ശ്രീരാമചരിതങ്ങൾ അതിലും വിശേഷിച്ച് സാരമായൊരു മുക്തി സാധനം രസായനം. ഭാരതീ ഗുണം തവ പരമാമൃതമല്ലോ പാരാത പറകന്നു കേട്ടു പൈങ്കിളി ചൊന്നാൾ. ബാലലോചനൻ പരമേശ്വരൻ പശുപതി ബാലശീതാംശു മൗലി ഭഗവാൻ പരാപരൻ പ്രാലേയാചല മകളോടരുൾ ചെയ്തിടിനാൻ. ബാലികേ കേട്ടുകൊള്ളുക പാർവതി ഭക്തപ്രിയേ. രാമനാം പരമാത്മാവാനന്ദരൂപൻ ആത്മാരാമൻ അദ്വയൻ ഏകൻ അവ്യൻ അഭിരാമൻ. അത്രിതാപസ പ്രവരാശ്രമേ മുനിയുമായി എത്രയും സുഖിച്ചു വാണിടിനാനൊരു ദിനം. മഹാരണ്യ പ്രവേശം. പ്രത്യുഷസുഗ്ധായ തൻ നിത്യകർമ്മവും ചെയ്ത് നത്വാ താപസം മഹാപ്രസ്ഥാനമാരംഭിച്ചാൻ. പുണ്ഡരീകോത്ഭവേഷ്ടപുത്രൻ ഞങ്ങൾക്ക് മുനിമണ്ഡല മണ്ഡിതമാം ദണ്ഡകാരണ്യത്തിന് ദണ്ഡമെന്യെ പോവാനായി അനുഗ്രഹിക്കണം. പണ്ഡിത ശ്രേഷ്ഠ കരുണാനിധേ തപോനിധേ ഞങ്ങളെ പെരുവഴി കൂട്ടേണം. അതിനിപ്പോൾ ഇങ്ങു നിന്നയക്കേണം ശിഷ്യരിൽ ചിലരെയും. ഇങ്ങനെ രാമവാക്യം
അത്രിമാമുനി കേട്ട് തിങ്ങിടും കൗതൂഹലം പൂണ്ട് ഉടൻ അരുൾ ചെയ്തു, നേരുള്ള മാർഗം ഭവാൻ ഏവർക്കും കാട്ടിയിടുന്നിതാ ആരുള്ളതഹോ തവ നേർവഴി കാട്ടിയിടുവാൻ. എങ്കിലും ജഗതനുകാരിയാം നിനക്കൊരു സങ്കടം വേണ്ട, വഴി കാട്ടിയിടും ശിഷ്യരെല്ലാം. ചെല്ലുവിൻ നിങ്ങൾ മുമ്പിൽ നടക്കുന്നവരോട് ചൊല്ലി. മാമുനി താനും ഒട്ടു പിന്നാലെ ചെന്നാൻ. അന്നേരം തിരിഞ്ഞു നിന്നരുളി ചെയ്തു, മുനി തന്നോട് രാമചന്ദ്രൻ വന്നിച്ചു ഭക്തിപൂർവം. നിന്തിരുവടി കനിഞ്ഞങ് എഴുന്നള്ളിയിടണം, അന്തികെ ശിഷ്യജനമുണ്ടല്ലോ വഴിക്കുമേ. എന്നു കേട്ട ആശീർവാദം ചെയ്തുടൻ മന്ദം മന്ദം ചെന്നുതൻ പർണശാല ബുക്കിരുന്നരുളിനാൻ. പിന്നെയും ക്രോശമാത്രം നടന്നാൽ അവരപ്പോൾ മുന്നിലാമാറു മഹാവാഹിനി കാണായി വന്നു. അന്നേരം ശിഷ്യர்களോട് അരുളി ചെയ്തു, രാമൻ ഈ നദി കടപ്പാൻ എന്തുപായങ്ങളുള്ളൂ എന്നതു കേട്ടവർകളും ചൊല്ലിനാൻ. എന്തുതെണ്ണം മന്നവ, നല്ല തോണിയുണ്ടെന്നു ധരിച്ചാലും വേഗേന ഞങ്ങൾ കടത്തിയിടുന്നതുണ്ടു താനും. ആകുലം വേണ്ട, ഞങ്ങൾക്കുണ്ടല്ലോ പരിചയം. എങ്കിലോ തോണി കരറിടാം എന്നവർ ചൊന്നാൻ. ശങ്ക കൂടാതെ ശീഘ്രം തോണിയും കടത്തിനാർ. ശ്രീരാമൻ പ്രസാദിച്ചു താപസകുമാരകന്മാരോട്, നിങ്ങൾ കടന്നങ്ങു പോകുന്നു ചൊന്നാൻ. ചെന്നുടൻ അത്രിപാദം വന്നിച്ചു കുമാരന്മാരൊന്നൊഴിയാതെ രാമവൃത്താന്തം അറിയിച്ചാർ. ശ്രീരാമ സീതാ സുമിത്രാത്മജന്മാരും അഥ ഘോരമായുള്ള മഹാകാനനമകം പുക്കാൻ. ചില്ലിച്ചങ്കാരനാഥ മണ്ഡിതം സിംഹവ്യാക്ര ശല്യാദി മൃഗഗണാകീർണമ ആദവഹീനം ഘോരരാക്ഷസ കുലസേവിതം ഭയാനകം ക്രൂര സർപ്പാദി പൂർണ്ണം കണ്ടു രാഘവൻ ചൊന്നാൻ. ലക്ഷ്മണ, നന്നായി നാലു പുറവും നോക്കിക്കൊള്ളുക. ഭക്ഷണാർത്ഥികളല്ലോ രക്ഷസാംബരിഷകൾ. വില്ലിനി നന്നായി കുഴിയെ കുലയ്ക്കയും വേണം. നല്ലൊരു ശരമൂരി പിടിച്ചുകൊള്ളുക കയ്യിൽ. മുന്നിൽ നീ നടക്കണം വഴിയെ വൈദേഹിയും, പിന്നാലെ ഞാനും നടന്നിടുവൻ ഗതഭയം. ജീവാത്മാ പരമാത്മാക്കൾക്ക് മധ്യസ്ഥയാകും ദേവിയാ മഹാമായ ശക്തി എന്നതുപോലെ ആവയോർ മധ്യേ നടന്നിടുക വേണം സീതാദേവി. എന്നാൽ ഒരു ഭീതിയും ഉണ്ടായി വരാ. ഇത്തരമരുൾ ചെയ്ത് തൽപ്രകാരേണ പുരുഷോത്തമൻ ധനുധരനായി നടന്നോരു ശേഷം പിന്നിട്ടാൻ ഉടനൊരു യോജന വഴിയപ്പോൾ മുന്നിൽ അമ്മാറ അങ്ങൊരു പുഷ്കരണിയും കണ്ടാർ. കൽഹാരോൽപ്പന്ന കുമുദാംബുജ രക്തോൽപ്പല പുല്ലപുഷ്പേന്ദീവര ശോഭിതമാമജ്ജലം തോയപാനവും ചെയ്തു വിശ്രാന്തന്മാരായി വൃക്ഷഛായാഭൂതലെ പുനരിരുന്നു യഥാസുഖം. നിരാധവതം. അന്നേരമാശു കാണായി വന്നിതു വരുന്നത് അത്യുന്നതമായ മഹാസത്വം അത്യുഗ്രാരവം. യുദ്ധൂത വൃക്ഷം കരാളോജ്വലം ദംഷ്ട്രാന്വിതം വക്ത്രഗഹ്വരം ഘോരാകാരമാരുണ്യനേത്രം വാമാസ സ്ഥലന്യസ്ത ശൂലാഗ്രത്തിങ്കലുണ്ട്. ഭീമശാർദൂല സിംഹ മഹിഷ വരാഹാദി വാരണ മൃഗവന ഗോചര ജന്തുക്കളും പുരുഷന്മാരും കരഞ്ഞേറ്റവും തുള്ളി തുള്ളി പച്ചമാംസങ്ങളെല്ലാം ഭക്ഷിച്ചും കൊണ്ട് അത്യുച്ചത്തിൽ അലറി വന്നിടിനാനതു നേരം. ഉത്ഥാനം ചെയ്തു ചാപബാണങ്ങൾ കൈക്കൊണ്ടത് ലക്ഷ്മണൻ തന്നോടരുൾ ചെയ്തതു ശ്രീരാമചന്ദ്രൻ. കണ്ടോ നീ, ഭയങ്കരനായൊരു നിശാചരനുണ്ട് നമ്മുടെ നേരെ വരുന്നു ലഘുതരം. സന്നാഹത്തോട് ബാണം തൊടുത്തു നോക്കിക്കൊണ്ട് നിന്നുകൊള്ളുക ചിത്തമുറച്ചു കുമാരാ നീ. വല്ലഭേ ബാലേ സീതെ പേടിയായി കേതുവെടോ, വല്ല ജാതിയും പരിപാലിച്ചു കൊൾവനല്ലോ എന്നരുൾ ചെയ്തു നിന്നാൻ ഏതും ഒന്നിളകാതെ വന്നുടൻ അടുത്തിതു രാക്ഷസപ്രവരനും. നിഷ്ഠൂരതരം അവൻ എട്ടാശ പൊട്ടും വണ്ണം അട്ടഹാസം ചെയ്തിടിവെട്ടിയിടും നാദം പോലെ. ദൃഷ്ടിയിൽ നിന്ന് കനൽക്കട്ട വീഴും വണ്ണം പുഷ്ടകോപേന ലോകം ഞെട്ടുമാറുര ചെയ്താൻ.
കഷ്ടമാകന്ത കഷ്ടം നിങ്ങളാരിരുവരും ദുഷ്ടജന്തുക്കൾ ഏറ്റമുള്ള വൻകാട്ടിലിപ്പോൾ നിൽക്കുന്നത് അസ്തഭയം ചാപ തൂണീര ബാണവൽക്കല ജടകളും ധരിച്ചു മുനിവേഷം കൈക്കൊണ്ട് മനോഹരിയായൊരു നാരിയോടും ഉൾക്കരുത്തേറും അതിബാലന്മാരല്ലോ നിങ്ങൾ. കിഞ്ചന ഭയം വിനാ ഘോരമാം കൊടുങ്കാട്ടിൽ സഞ്ചരിച്ചിടും എന്തൊരു മൂലം ചൊൽവിൻ. രക്ഷോവാണികൾ കേട്ടു തൽക്ഷണം അരുൾ ചെയ്താൻ ഇച്ഛാകുല നാഥൻ മന്ദഹാസാനന്തരം. രാമനെന്നെനിക്കു പേർ എന്നുട പത്നീവൾ വാമലോചന സീതാദേവി എന്നല്ലോ നാമം. ലക്ഷ്മണൻ എന്ന നാമം ഇരുവനും മത്സോദരൻ ബുക്കിതു വനാന്തരം ജനക നിയോഗത്താൽ രക്ഷോജാതികളാകും ഇങ്ങനെയുള്ളവരെ രക്ഷിച്ചു ജഗത്രയം രക്ഷിപ്പനറിയ നീ. ശ്രുത്വാ രാഘവവാക്യം അട്ടഹാസവും ചെയ്ത സത്രവും പിളർന്നൊരു സാലവും പറിച്ചോങ്ങി ക്രുദ്ധനാം ദിശാചരൻ രാഘവനോട് ചൊന്നാൻ, ശക്തനാം വിരാതൻ എന്നെ നീ കേട്ടിട്ടില്ലേ? ഈ ത്രിലോകത്തിൽ എന്നെ ആരറിയാതെ ഉള്ളത് എത്രയും മൂടൻ. ഭവാനെന്തിക ധരിച്ചേൻ ഞാൻ മൽഭയം നിമിത്തമായി താപസരെല്ലാം ഇപ്പോൾ ഇപ്രദേശത്തെ വെടിഞ്ഞൊക്കവേ ദൂരെ പോയാൽ നിങ്ങൾക്ക് ജീവിക്കിൽ ആശയുണ്ട് ഉള്ളിലെങ്കിൽ അങ്കനാരത്നത്തെയും ആയുധങ്ങളും വെടിഞ്ഞ് എങ്ങാനും പോവിൻ. അല്ലായെങ്കിൽ എനിക്കിപ്പോൾ തിങ്ങിയിടും വിശപ്പടക്കുവാൻ ഭവാന്മാരാൽ. ഇത്തരം പറഞ്ഞവൻ മൈഥിലി തന്നെ നോക്കി സത്വരമടുത്തു കണ്ടു രാഘവനപ്പോൾ പത്രികൾ കൊണ്ട് തന്നെ ഹസ്തങ്ങൾ അറുത്തപ്പോൾ ക്രുദ്ധിച്ചു രാമം പ്രതി വക്ത്രവും പിളർന്നതി സത്വരം നക്തഞ്ചരനടുത്താൽ അതു നേരം അസ്ത്രങ്ങൾ കൊണ്ട് ഖണ്ഡിച്ചിടിനാൻ പാദങ്ങളും ബദ്ധരോഷത്തോടവൻ. പിന്നെയും അടുത്തപ്പോൾ ഉത്തമാംഗവും മുറിച്ചിടിനാൻ ഏതുരാമൻ. രക്തവും പരന്നിത് ഭൂമിയിൽ അത് കണ്ട ചിത്ത കൗതുകത്തോട് പുണർന്നു വൈദേഹിയും നൃത്തവും തുടങ്ങിനാർ അപ്സര സ്ത്രീകളെല്ലാം അത്യുച്ചം പ്രയോഗിച്ചു ദേവദുന്ദുഭികളും. അന്നേരം വിരാതൻ തന്നുള്ളിൽ നിന്നുണ്ടായൊരു ധന്യരൂപനെ കാണായി വന്നിതാകാശമാർഗേ. സ്വർണഭൂഷണം പൂണ്ട സൂര്യ സന്നിഭ കാന്ത്യ സുന്ദര ശരീരനായി നിർമ്മലാംബരത്തോടും രാഘവം പ്രണതാർത്ഥിഹാരിണം കൃണാകരം ആകേന്ദുമുഖം ഭവവഞ്ചനം ഭയകരം. ഇന്ദിരാരമണം ഇന്ദീവരദള ശ്യാമ ഇന്ദ്രാദി വൃന്ദാരക വൃന്ദ വന്ദിതപദം. സുന്ദരം സുകുമാരം സുഹൃദീജന മനോമന്ദിരം രാമചന്ദ്രം ജഗദാഭിരാമം വന്ദിച്ച് ദണ്ഡ നമസ്കാരവും ചെയ്ത ചിത്താനന്ദം പൂണ്ടവൻ പിന്നെ സ്തുതിച്ചു തുടങ്ങിനാൻ. ശ്രീരാമ രാമ രാമ ഞാനൊരു വിദ്യാധരൻ കാരുണ്യമൂർത്തേ കമലാപതേ ധരാപതേ. ദുർവാസാവായ മുനിതന്നുടെ ശാപത്തിനാൽ ഗർഭിതനായൊരു രാത്രീശരനായേനല്ലോ. നിന്തിരുവടിയുടെ മാഹാത്മ്യം കൊണ്ട് ശാപബന്ധവും തീർന്നു മോക്ഷം പ്രാപിച്ചേ നിന്നു നാഥ. സന്തതമിനി ചരണാംബുജയുഗം തവ ചിന്തിക്കായി വരേണമേ മാനസത്തിനു ഭക്ത്യാ. പാണികൾ കൊണ്ടു നാമകീർത്തനം ചെയ്യാകേണം, പാണികൾ കൊണ്ടു ചരണാർച്ചനം ചെയ്യാകേണം, സ്ത്രോത്രങ്ങൾ കൊണ്ടു കഥാശ്രവണം ചെയ്യാകേണം, നേത്രങ്ങൾ കൊണ്ട് രാമലിംഗങ്ങൾ കാണാകേണം. ഉത്തമാങ്കേന നമസ്കരിക്കായി വന്നിടണം, ഉത്തമ ഭക്തന്മാർക്ക് ഭൃത്യനായി വരേണം ഞാൻ. നമസ്തേ ഭഗവതേ ജ്ഞാനമൂർത്തയേ നമോ നമസ്തേ രാമായാത്മരാമായ നമോ നമ. നമസ്തേ രാമായ സീതാഭിരാമായ നിത്യം നമസ്തേ രാമായ ലോകാഭിരാമായ നമ. ദേവലോകത്തിരു പോവാൻ അനുഗ്രഹിക്കണം, ദേവദേവേശ പുനരൊന്നപേക്ഷിച്ചിടുന്നേൻ. നിന്മഹാമായ ദേവി എന്നെ മോഹിപ്പിച്ചിടായ്ക്ക അംബുജ വിലോചന സന്തതം നമസ്കാരം. ഇങ്ങനെ വിജ്ഞാപിതനാകിയ രഘുനാഥൻ അങ്ങനെ തന്നെ എന്നു കൊടുത്തു വരങ്ങളും. ഭുക്തൻ എന്നെ കണ്ടുകിട്ടുകയില്ല എന്നെ ഭക്തിയുണ്ടായാൽ ഉടൻ മുക്തിയും ലഭിച്ചിടും. രാമനോട് അനുജ്ഞയും കൈക്കൊണ്ടു വിദ്യാധരൻ കാമലാഭേന പോയി നാഗലോകവും പുക്കാൻ.
ഇങ്ങനെ ചൊല്ലി സ്തുതിച്ചിരുന്ന പുരുഷന് ദുഷ്കൃതമകന്നു മോക്ഷത്തെയും പ്രാപിച്ചിടാം. ശരഭംഗ മന്ദിരപ്രവേശം. രാമലക്ഷ്മണന്മാരും ജാനകിതാനും പിന്നെ ശ്രീമയമായ ശരഭംഗ മന്ദിരം പുക്കാർ. സാക്ഷാൽ ഈശ്വരനെ മാംസേക്ഷണങ്ങളെ കൊണ്ട് വീക്ഷ്യ താപസവരൻ പൂജിച്ചു ഭക്തിയോടെ കന്ദപക്വാദികളാൽ ആദിത്യം ചെയ്ത് ചിത്താനന്ദം ഉൾക്കൊണ്ടു ശരഭംഗനും അരുൾ ചെയ്തു, ഞാൻ അനേകം നാളുണ്ട് പാർത്തിരുന്നിരിക്കുന്നതത്ര. ജാനകിയോടും നിന്നെ കാൺമതിനാശയാലേ ആർജവ ബുദ്ധ്യാചിരം തപസാ ബഹുതരം ആർജിച്ചേനല്ലോ പുണ്യമിന്നു ഞാൻ അവയെല്ലാം മധ്യനായി പിറന്നോരു നിനക്കു തന്നീടിനേൻ. അദ്യ ഞാൻ മോക്ഷത്തിനായി ഉദ്യോഗം പൂണ്ടേനല്ലോ. നിന്നെയും കണ്ടു മമ പുണ്യവും നിങ്കലാക്കി എന്നിയെ ദേഹത്യാഗം ചെയ്യരുതെന്നു തന്നെ ചിന്തിച്ചു ബഹുകാലം പാർത്തു ഞാനിരുന്നിത്. ബന്ധവുമറ്റ് കൈവല്യത്തെയും പ്രാപിക്കുന്നേൻ. യോഗീന്ദ്രനായ ശരഭംഗനാം തപോധനൻ യോഗേശനായ രാമൻ തൻ പദം വണങ്ങിനാൻ. ചിന്തിച്ചിടുന്നേൻ അന്തസന്തതം ചരാചര ജന്തുക്കൾ അന്തർഭാഗേ വസന്തം ജഗന്നാഥം ശ്രീരാമം ദുർവാദള ശ്യാമളമംബോജാക്ഷം തീരവാസസം ജടാമകുടം ധനുർധരം സൗമിത്രീ സേവ്യം ജനകാത്മജാസമന്വിതം സൗമുഖ്യ മനോഹരം കരുണാരത്നാകരം കുണ്ടഭാവവും നീക്കി സീതയാ രഘുനാഥം കണ്ടിരിക്കവേ ദേഹവും ദഹിപ്പിച്ച് ലോകേശപാദം പ്രാപിച്ചിടിനാൻ. തപോധനൻ ആകാശമാർഗേ വിമാനങ്ങളും നിറഞ്ഞുതേ. നാഗേശാദികൾ പുഷ്പവൃഷ്ടിയും ചെയ്തിടിനാൻ. പാകശാസനൻ പാദാംഭോജവും വണങ്ങിനാൻ. മൈഥില്യ സൗമിത്രിനാ താപസഗതി കണ്ട് കൗസല്യാതനയനും കൗതുകമുണ്ടായി വന്നു. തത്രൈവ കിഞ്ചിൽ കാലം കഴിഞ്ഞോരനന്തരം വിത്രാരി മുഖ്യന്മാരുമൊക്കെ പോയി സ്വർഗം പുക്കാൻ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരി ഓം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. മുനിമണ്ഡല സമാഗമം. ദണ്ഡകാരണ്യതലവാസികളായ മുനിമണ്ഡലം ദാശരഥി വന്നതു കേട്ടു ചണ്ഡദീധിതി കുലജാതനാം ജഗന്നാഥൻ പുണ്ടരീകാക്ഷൻ തന്നെ കാൺമാനായി വന്നിടിനാർ. രാമലക്ഷ്മണന്മാരും ജാനകി ദേവിതാനും മാമുനിമാരെ വീണു നമസ്കാരവും ചെയ്താർ. താപസന്മാരും ആശീർവാദം ചെയ്തവർകളോടാഭോഗനന്ദ വിവശന്മാരായരുൾ ചെയ്താർ. നിന്നുടെ തത്വം ഞങ്ങൾ അങ്ങറിഞ്ഞിരിക്കുന്നു. പന്നഗോത്തമ തൽപേ പള്ളി കൊള്ളുന്ന ഭവാൻ ധാതാവർദ്ധിക്ക മൂലം ഭൂഭാരം കളവാനായി ജാതനായിതു ഭൂവി മാർത്താണ്ഡ കുലത്തിങ്കൽ. ലക്ഷ്മണനാകുന്നതു ശേഷനും സീതാദേവി ലക്ഷ്മിയാകുന്നതല്ലോ. ഭരതശത്രുഘ്നന്മാർ ശംഖചക്രങ്ങൾ അഭിഷേക വിജ്ഞാദികളും സങ്കടം ഞങ്ങൾക്കു തീർത്തിടുവാനെന്നു നൂനം. നാനാതാപസകുല സേവിതാശ്രമസ്ഥലം കാനനം കാൺമാനാശു നീ കൂടെ പോനീടേണം. ജാനകിയോടും സുമിത്രാത്മജനോടും കൂടി മാനസേ കാരുണ്യമുണ്ടായി വരുമല്ലോ കണ്ടാൽ എന്നരുൾ ചെയ്ത മുനിശ്രേഷ്ഠന്മാരോടും കൂടി ചെന്നവരോരോരോ മുനിപർണശാലകൾ കണ്ടാർ. അന്നേരം തലയോടും എല്ലുകളുമെല്ലാം ഓരോ കുന്നുകൾ പോലെ കണ്ടു രാഘവൻ ചോദ്യം ചെയ്താൻ. മർത്യമസ്തകങ്ങളും അസ്ഥിക്കൂട്ടവുമെല്ലാം അത്രൈവ മൂലമെന്തോന്നിത്രയുണ്ടാവാനഹോ. അദ്വാക്യം കേട്ടു ചൊന്നാർ താപസജനം. രാമഭദ്ര നീ കേൾക്ക, മുനിസത്തമന്മാരെ കൊന്നു
നിർദ്ദയം രക്ഷോഗണം ഭക്ഷിക്ക നിമിത്തമായി ദേശമസ്തിവ്യാപ്തമായി ചമഞ്ഞിതു നാഥ. ശ്രുത്വാ വൃത്താന്തമിത്തം കാരുണ്യപരവശ ചിത്തനായോരു പുരുഷോത്തമനരുൾ ചെയ്തു. നിഷ്ഠൂരതരമായ ദുഷ്ടരാക്ഷസാകുലം ഒട്ടൊഴിയാതെ കൊന്നു നഷ്ടമാക്കിയിടുവൻ ഞാൻ. ഇഷ്ടാനുരൂപം തപോനിഷ്ഠയാ വസിക്ക സന്തുഷ്ട്യാ താപസകുലമിഷ്ടിയും ചെയ്തു നിത്യം. സത്യവിക്രമനിധി സത്യവും ചെയ്തു തത്ര നിത്യസമ്പൂജ്യമാനനായി വനവാസികളാൽ തത്ര തത്രൈവ മുനി സപ്തമാശ്രമങ്ങളിൽ പൃഥ്വി നന്ദിനിയോടും അനുജനോടും കൂടി സത്സംസാർഗ നന്ദേന വസിച്ചു കഴിഞ്ഞിതു. വത്സരം ത്രയോദശമക്കാലം കാണായി വന്നു. സുതീഷ്ണാശ്രമപ്രവേശം. വിഖ്യാതമായ സുതീഷ്ണാശ്രമം മനോഹരം മുഖ്യതാപസകുല ശിഷ്യ സഞ്ജയപൂർണം സർവർത്തുഗുണഗണ സമ്പന്നമനുപമം സർവകാലനന്ദ ദാനോദയമത്യത്ഭുതം സർവപാദബലതാ ഗുൽമ സങ്കുലസ്ഥലം സർവസത്പക്ഷി മൃഗഭുജംഗ നിഷേവിതം. രാഘവനവരജൻ തന്നോടും സീതയോടും ആഗതനായിതെന്നു കേട്ടോരു മുനിശ്രേഷ്ഠൻ കുംഭസംഭവനാകുമഗസ്ത്യ ശിഷ്യോത്തമൻ സംപ്രീതൻ രാമമന്ത്രോപാസൻ നരദൻ മുനീൻ സംഭ്രമത്തോടു ചെന്നു കൂട്ടിക്കൊണ്ടിങ്ങു പോന്നു. സംപൂജിച്ചരുളിനാൻ അർഘ്യപാദ്യാദികളാൽ ഭക്തി പൂണ്ട ശ്രുജലനേത്രനായി സ ഗദ്ഗദം ഭക്തവത്സലനായ രാഘവനോടു ചൊന്നാൻ. നിന്തിരുവടിയുടെ നാമമന്ത്രത്തെ തന്നെ സന്തതം ജപിപ്പൂ ഞാൻ. മൽഗുരു നിയോഗത്താൽ ബ്രഹ്മശങ്കര മുഖ്യവന്ദ്യമാം പാദമല്ലോ നിന്മഹാമായാർണവം കടപ്പാൻ ഒരു ബോധം. ആദ്യന്തമില്ലാതൊരു പരമാത്മാവല്ലോ നീ. വേദ്യമല്ലൊരു നാളുമാരാലും ഭവത്തത്വം. ത്വത്ഭക്ത ഭൃത്യഭൃത്യനായിടണം ഞാൻ. ത്വത്പദാംബുജം നിത്യം ഉൾക്കാമ്പിലുദിക്കണം. പുത്രഭാര്യാർത്ഥ നിലയാന്ധകൂപത്തിൽ വീണു ബദ്ധനായി മുഴുകിയിടുമെന്നെ നിന്തിരുവടി. ഭക്തവാത്സല്യ കരുണാകടാക്ഷങ്ങൾ തന്നാൽ ഉദ്ധരിച്ചിടേണമേ സത്വരം ദയാനിധേ. മൂത്രമാംസമേധ്യാന്ധ്ര പുൽഗല പിണ്ഡമാകും ഗാത്രമോർത്തോളമതി കശ്മലമതിങ്കലുള്ള ആസ്തയാം മഹാമോഹ പാശബന്ധവും ചോദിച്ചാർത്തിനാശനാ ഭവാൻ വാഴുകെന്നുള്ളിൽ നിത്യം. സർവഭൂതങ്ങളുടെയുള്ളിൽ വാണിയിടുന്നതും സർവദാ ഭവാൻ തന്നെ കേവലമെന്നാകിലും ത്വന്മന്ത്രജപരതന്മാരായ ജനങ്ങളെ ത്വന്മഹാമായാദേവി ബന്ധിച്ചിടുകയില്ല. ത്വന്മന്ത്രജപ വിമുഖന്മാരാം ജനങ്ങളെ ത്വന്മഹാമായാദേവി ബന്ധിപ്പിച്ചിടുന്നതും സേവാനുരൂപ ഫലദാന തൽപരൻ ഭവാൻ. ദേവപാദപങ്ങളെപ്പോലെ വിശ്വേശ്വാപോറ്റി വിശ്വസംഹാര സൃഷ്ടിസ്ഥിതികൾ ചെയ്യുവാനായി വിശ്വമോഹിനിയായ മായതൻ ഗുണങ്ങളാൽ രുദ്രപങ്കജ ഭവ വിഷ്ണുരൂപങ്ങളായി ചിദ്രൂപനായ ഭവാൻ വാഴുന്നു. മോഹാത്മനാം നാനാരൂപങ്ങളായി കാണുന്നു ലോകത്തിങ്കൽ. ഭാനുമാൻ ജലം പ്രതി വെവ്വേറെ കാണും പോലെ ഇങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തെ നിത്യം എങ്ങനെയറിഞ്ഞുപാസിപ്പു ഞാൻ ദയാനിധേ. അദ്യൈവ ഭവച്ചരണാംബുജയുഗം മമ പ്രത്യക്ഷമായി വന്നിതു മത്തപോബലവശാൽ. ത്വന്മന്ത്രജപ വിശുദ്ധാത്മാനാം പ്രസാദിക്കും നിർമ്മലനായ ഭവാൻ. ചിന്മയനെന്നാകിലും സന്മയമായി പരബ്രഹ്മമായ രൂപമായി കർമ്മണ അഗോചരമായൊരു ഭവദ്രൂപം. ത്വന്മയാ വിഡംബനരചിതം മാനുഷ്യകം മന്മഥകോടി കോടി സുഭഗം കമനീയം. കാരുണ്യപൂർണ നേത്രം കാർമൂകബാണധരം സ്മേരസുന്ദരമുഖ മജീനാംബരധരം. സീതാസംയുതം സുമിത്രാത്മജ നിഷേവിത പാദപങ്കജം നീലനീരത കളേബരം. കോമളമതിശാന്തം അനന്തഗുണമഭി സമ്പൂർണാമൃതം. പ്രത്യക്ഷമദ്യമമ നേത്രഗോചരമയോരി തിരുമേനി നിത്യം ചിത്തേ വാഴുക വേണം. മുറ്റിയിടും ഭക്ത്യ
ഉച്ചരിക്കായിടണം. മറ്റൊരു വരമപേക്ഷിക്കുന്നേനില്ല പോറ്റി. വന്ദിച്ചു കൂപ്പി സ്തുതിച്ചിടിന മുനിയോടു മന്ദഹാസവും പൂണ്ടു രാഘവൻ അരുൾ ചെയ്തു. നിത്യവും ഉപാസന ശുദ്ധമായിരിപ്പോരു ചിത്തം ഞാൻ അറിഞ്ഞത്രേ കാൺമാനായി വന്നു മുനേ. സന്തതമെന്നെ തന്നെ ശരണം പ്രാപിച്ചു മന്ത്രോപാസകന്മാരായി നിരപേക്ഷന്മാരുമായി സന്തുഷ്ടന്മാരായുള്ള ഭക്തന്മാർക്കെന്നെ നിത്യം ചിന്തിച്ച വണ്ണം തന്നെ കാണായി വന്നിടുമല്ലോ. തൊൽകൃതമേതൽ സ്തോത്രം മൽപ്രിയം പഠിച്ചിടും സൽകൃതി പ്രവരനാം മർത്യനു വിശേഷിച്ചും സദ്ഭക്തി ഭവിച്ചിടും ബ്രഹ്മജ്ഞാനവുമുണ്ടാം അല്പവും അതിനില്ല സംശയം നിരൂപിച്ചാൽ. താപസോത്തമാ ഭവാൻ എന്നെ സേവിക്ക മൂലം പ്രാപിക്കുമല്ലോ മമ സായുജ്യം ദേഹനാശേ. ഉണ്ടരാഗ്രഹം തവാചാര്യനാമഗസ്ത്യനെ കണ്ടു വന്ദിച്ചു കൊള്ളുവാൻ എന്തതിനാവതിപ്പോൾ. തത്രൈവ കിഞ്ചിൽ കാലം വസ്തുമുണ്ടത്യാഗ്രഹം എത്രയുണ്ടടുത്തതു മഗസ്ത്യാശ്രമം മുനേ. യുദ്ധം രാമോക്തി കേട്ടു ചൊല്ലിനാൻ സുധീഷ്ണനും. അസ്തുതേ ഭദ്രമതു തോന്നിയതതിന്നു ഞാൻ കാട്ടുവേനല്ലോ വഴി കൂടെ പോന്നടുത്ത നാൾ. വാട്ടമെന്നിയെ വസിക്കേണമിന്നിവിട നാം. ഒട്ടുനാളുണ്ടു ഞാനും കണ്ടിട്ടൻ ഗുരുവിനെ പുഷ്ടമോദത്തോടൊക്കെ തക്ക പോയി കാണാമല്ലോ. യുദ്ധമാനന്ദം പൂണ്ടു രാത്രിയും കഴിഞ്ഞപ്പോൾ ഉത്ഥാനം ചെയ്തു സന്ധ്യാവന്ദനം കൃത്വാ ശീഘ്രം പ്രീതനാ മുനിയോടും ജാനകീദേവിയോടും സോദരനോടും മന്ദം നടന്നു മധ്യാഹ്നേ പോയി ചെന്നിതു രാമനഗസ്ത്യാനുജാശ്രമേ. ജപം വന്നു സൽക്കാരം ചെയ്താൻ അഗസ്ത്യ സഹജനും വന്യഭോജനവും ചെയ്തന്നവരെല്ലാവരും അന്യോന്യ സല്ലാപവും ചെയ്തിരുന്നോരു ശേഷം അഗസ്ത്യ സന്ദർശനം. ഭാനുമാനുദിച്ചപ്പോൾ അർഘ്യവും നൽകി മഹാകാനനമാർഗേ നടകൊണ്ടിതു മന്ദം മന്ദം സർവർത്തുഫല കുസുമാഠ്യ പാദപലതാ സംവൃതം നാനാമൃഗ സഞ്ജയ നിഷേവിതം. നാനാപക്ഷികൾ നാദം കൊണ്ടതിമനോഹരം കാനനം ജാതി വൈരരഹിത ജന്തുപൂർണം നന്ദന സമാനമാനന്ദദാനാഠ്യം മുനി നന്ദന വേദധ്വനി മണ്ഡിതമനുപമം. ബ്രഹ്മർഷി പ്രവരന്മാരമരമുനികളും സമ്മോദം പൂണ്ടു വാഴും മന്ദിരനികരങ്ങൾ സംഖ്യയില്ലാതോളം ഉണ്ടോരോരോ തരം നല്ല സംഖ്യാവത്യക്കളുമുണ്ടറ്റമില്ലാതെ വണ്ണം. ബ്രഹ്മലോകവും ഇതിനോടു നേരല്ലെന്നത്രേ ബ്രഹ്മജ്ഞന്മാരായുള്ളോർ ചൊല്ലുന്നു കാണുന്തോറും. ആശ്ചര്യമോരോന്നിവ കണ്ടുകണ്ടവരും ചെന്ന് ആശ്രമത്തിനു പുറത്തടുത്തു ശുഭദേശേ വിശ്രമിച്ചനന്തരം അരുളി ചെയ്തു രാമൻ വിശ്രുതനായ സുധീഷണൻ തന്നോടിനിയിപ്പോൾ വേഗേന ചെന്നു ഭഗവാൻ അഗസ്ത്യ മുനീന്ദ്രനോടാഗതനായോരെന്നെയങ്ങുണർത്തിച്ചിടേണം. ജാനകിയോടും ഭ്രാതാവായ ലക്ഷ്മണനോടും കാനനദ്വാരെ വസിച്ചിടുന്നതു ഉപാശ്രയം. ശ്രുത്വാ രാമോക്തം സുധീഷണൻ മഹാപ്രസാദമിത്യുക്താ സത്വരം ഗത്വാചര്യമന്ദിരം മുദ നത്വാദം ഗുരുവരമഗസ്ത്യം മുനികുല സത്തമം രഘുത്തമ ഭക്തസഞ്ജയവൃതം. രാമമന്ത്രാർത്ഥ വ്യാഖ്യാതൽപരം ശിഷ്യന്മാർക്കായി കാമദമഗസ്ത്യമാത്മരാമം മുനീശ്വരം. ആരൂഢവിനയം കൊണ്ടനാഥവക്ത്രത്തോടും ആരാൽ വീണുടൻ ദണ്ഡ നമസ്കാരവും ചെയ്താൻ. രാമനാമം ദാശരഥി സോദരനോടും നിജ ഭാമിനിയോടും ഉണ്ടിങ്ങാഗതനായിട്ടിപ്പോൾ നിൽക്കുന്നു പുറത്തു ഭാഗത്തു കരുണാബ്ധേ നിൻ തൃക്കഴലിണ കണ്ടു വന്ദിപ്പാൻ ഭക്തിയോടെ. മുൻപേ തന്നകക്കാമ്പിൽ കണ്ടറിഞ്ഞിരിക്കുന്നു കുംഭസംഭവൻ പുനരെങ്കിലും അരുൾ ചെയ്താൻ. ഭദ്രന്തേ രഘുനാഥമാനായ ക്ഷിപ്രം രാമഭദ്രം മേ ഹൃദി സ്ഥിതം ഭക്തവത്സലം ദേവം. പാർത്തിരുന്നിടുന്നു ഞാൻ എത്ര നാളുണ്ടു കാൺമാൻ പ്രാർത്ഥിച്ചു സദാകാലം ധ്യാനിച്ചു രാമരൂപം.
രാമരാമേതി രാമമന്ത്രവും ജപിച്ചതി കോമളം കാളമേഘ ശ്യാമളം നളിനാക്ഷം ഇത്യുക്ത സരഭസമുത്ഥായ മുനിപ്രവരോത്തമൻ മധ്യേ ചിത്തമത്യന്ത ഭക്ത്യാ മുനിസത്തമന്മാരോടും നിജ ശിഷ്യ സഞ്ജയത്തോടും ഗത്വാ ശ്രീരാമചന്ദ്രവക്രം പാർത്തരുൾ ചെയ്താൻ. ഭദ്രന്തേ നിരന്തരമസ്തു സന്തതൻ രാമഭദ്രമേ ദിഷ്ട്യാ ചിരമദ്യൈവ സമാഗമം യോഗ്യനായിരിപ്പോരിഷ്ടാതിഥി ബലാൽ മമ ഭാഗ്യപൂർണത്വേന സംപ്രാപ്തനായിതു ഭവാൻ. അദ്യവാസരം മമ സഫലമത്രയല്ല മത്തപ സാഫല്യവും വന്നിതു ജഗത്പദേ. കുംഭസംഭവൻ തന്നെ കണ്ടു രാഘവൻ താനും തമ്പിയും വൈദേഹിയും സംഭ്രമസമന്വിതം കുമ്പിട്ടു ഭക്ത്യാ ദണ്ഡ നമസ്കാരം ചെയ്തപ്പോൾ കുംഭജന്മാവുമെടുത്തെഴുന്നേൽപ്പിച്ചു ശീഘ്രം. കാടാശേഷവും ചെയ്തു പരമാനന്ദത്തോടും ഗൂഢപാദീശാംശജനായ ലക്ഷ്മണനെയും ഗാത്രസ്പർശന പരമാഹ്ലാദജാതസ്രവ നേത്രകീലാലാകുലനായ താപസവരൻ ഏകേന കരേണ സംഗൃഹ്യ രോമാഞ്ചാന്വിതം രാഘവനുടെ കരപങ്കജമതിദ്രുതം സ്വാശ്രമഞ്ജഗാമ ഹൃഷ്ടാത്മനാ മുനിശ്രേഷ്ഠ ആശ്രിത ജനപ്രിയനായ വിശ്വേശൻ രാമം. പാദ്യാർഘ്യാസന മധുപാർക്ക മുഖ്യങ്ങളുമാപാദ്യ സമ്പൂജ്യ സഖമായുപവിഷ്ടം നാഥം വന്യഭോജ്യങ്ങൾ കൊണ്ടു സാദരം ഭുജിപ്പിച്ചു ധന്യനാം തപോധനനേകാന്തേ ചൊല്ലിയിടിനാൻ. അഗസ്ത്യസ്തുതി. നീ വരുന്നതും പാർത്തു ഞാനിരുന്നിതും മുന്നം ദേവകളോടും കമലാസനോടും ഭവാൻ ക്ഷീരവാരിധി തീരത്തിങ്കൽ നിന്നരുൾ ചെയ്തു. ഘോരരാവണൻ തന്നെ കൊന്നു ഞാൻ ഭൂമണ്ഡല ഭാരാപഹരണം ചെയ്തിടുവാനെന്നു തന്നെ സരസാനന സകലേശ്വരാദയാനിധേ. ഞാനെന്നു തുടങ്ങി വന്നിവിടെ വാണിയിടിനേൻ ആനന്ദസ്വരൂപനം നിന്നുടൽ കണ്ടുകൊള്ളുവാൻ. താപസജനത്തോടും ശിഷ്യസംഘാതത്തോടും ശ്രീപാദാംബുജം നിത്യം ധ്യാനിച്ചു വസിച്ചു ഞാൻ. ലോകസൃഷ്ടിക്കു മുന്നമേകനായ ആനന്ദനായി ലോകകാരണൻ വികൽപ്പോപാധി വിരഹിതൻ തന്നെ മായ തനിക്കാശ്രയഭൂതയായി തന്നെ ശക്തിയെന്നും പ്രകൃതി മഹാമായ നിർഗുണനായ നിന്നെ ആവരണം ചെയ്തിട്ടു തദ്ഗുണങ്ങളെ അനുസരിപ്പിച്ചിടുന്നതും നിർവ്യാജം വേദാന്തികൾ ചൊല്ലുന്നു നിന്നെ മുന്നം ദിവ്യമാമവ്യാകൃതമെന്നു ഉപനിഷദ്വശാൽ. മായാദേവിയെ മൂലപ്രകൃതി എന്നും ചൊല്ലും മായാതീതന്മാരെ എല്ലാം സംസൃതി എന്നും ചൊല്ലും. വിദ്വാൻമാരെ വിദ്യയെന്നും പറയുന്നുവല്ലോ ശക്തിയെ പല നാമം ചെല്ലുന്നു പലതരം. നിന്നാൽ സംക്ഷോഭ്യമാണയാകിയ മായ തന്നിൽ നിന്നുണ്ടായി വന്നു മഹത്തത്വമെന്നല്ലോ ചൊൽവു. നിന്നുടെ നിയോഗത്താൽ മഹാതത്വത്തിങ്കലെ നിന്നുണ്ടായി വന്നു പുനരഹങ്കാരവും പുരാ. മഹത്തത്വവും അഹങ്കാരവും സംസാരവും മഹാദ്യതികളേവം മൂന്നായി ചൊല്ലിയിടുന്നു. സാത്വികം രാജസവും താമസമെന്നീ വണ്ണം വേദ്യമായി ചമഞ്ഞിതു മൂന്നുമെന്നറിഞ്ഞാലും താമസത്തിങ്കൽ നിന്നു സൂക്ഷ്മ തന്മാത്രകളും ഭൂമിപൂർവക സ്ഥൂല പഞ്ചഭൂതവും പിന്നെ രാജസത്തെങ്കിൽ നിന്നുണ്ടായതിന്ദ്രിയങ്ങളും തേജോരൂപങ്ങളായ ദൈവതങ്ങളും പിന്നെ സാത്വികത്തിങ്കൽ നിന്നു മനസ്സുമുണ്ടായി വന്നു. സൂത്രരൂപകം ലിംഗമിവറ്റിൽ നിന്നുണ്ടായി സർവത്ര വ്യാപ്തസ്ഥൂല സഞ്ചയത്തിങ്കൽ നിന്നു ദിവ്യനാം വിരാൾ പൂമാനുണ്ടായതെന്നു കേൾപ്പു. അങ്ങനെയുള്ള വിരാട് പുരുഷൻ തന്നെയല്ലോ തിങ്ങിടും ചരാചര ലോകങ്ങളാകുന്നതും. ദേവമാനുഷ്യ തിര്യഗോനിജാതികൾ ബഹു സ്ഥാവര ജംഗമൗഘ പൂർണമായുണ്ടായി വന്നു. തൊന്മയാ ഗുണങ്ങളെ മൂന്നുമാശ്രയിച്ചല്ലോ ബ്രഹ്മാവും വിഷ്ണുതാനും രുദ്രനുമുണ്ടായി വന്നു. ലോകസൃഷ്ടിക്കു രജോ ഗുണമാശ്രയിച്ചല്ലോ ലോകേശനായ ധാതാ നാഭിയിൽ നിന്നുണ്ടായി. സത്വമാം ഗുണത്തിങ്കൽ നിന്നു രക്ഷിപ്പാൻ വിഷ്ണു രുദ്രനും തമോ ഗുണം കൊണ്ട്
സംഹരിപ്പാനും ബുദ്ധിജാതികളായ വൃത്തികൾ ഗുണത്രയം നിത്യമംശിച്ചു. ജാഗ്രൽ സ്വപ്നവും സുഷുപ്തിയും ഇവറ്റിനെല്ലാം സാക്ഷിയായ ചിന്മയൻ ഭവാൻ നിവൃത്തൻ നിത്യനേകൻ അവ്യയനല്ലോ നാഥ. യാതൊരു കാലം സൃഷ്ടി ചെയ്യുവാനിച്ഛിച്ചു ഭവാൻ മോദമോടപ്പോൾ അംഗീകരിച്ചു മായ തന്നെ. തന്മൂലം ഗുണവാനെ പോലെയായതു ഭവാൻ ത്വന്മഹാമായ രണ്ടു വിധമായി വന്നാളല്ലോ. വിദ്യയും അവിദ്യയും എന്നുള്ള ഭേദാഖ്യയ വിദ്യ എന്നല്ലോ ചൊല്ലൂ നിവർത്തി നിരതന്മാർ. അവിദ്യാവശന്മാരായി പ്രവർത്തിച്ചീടിന ജനം പ്രവൃത്തി നിരതന്മാരെന്നത്രേ ഭേദമുള്ളൂ. വേദാന്തവാക്യാർത്ഥവേദികളായി സമന്മാരായി പാദഭക്തന്മാരായുള്ളവർ വിദ്യാത്മകന്മാർ. അവിദ്യാവശകന്മാർ നിത്യസംസാരികളെന്ന് അവിശ്യം തത്വജ്ഞന്മാർ ചൊല്ലുന്നു നിരന്തരം. വിദ്യാഭ്യാസൈകരതന്മാരായ ജനങ്ങളെ നിത്യമുക്തന്മാരെന്നു ചൊല്ലുന്നു തത്വജ്ഞന്മാർ. തന്മന്ത്രോപാസകന്മാരായുള്ള ഭക്തന്മാർക്ക് നിർമ്മലമായ വിദ്യ താനേ സംഭവിച്ചിടും. മറ്റുള്ള മൂഢന്മാർക്ക് വിദ്യയുണ്ടാകുന്നതും ചെറ്റില്ല 100,000 ജന്മങ്ങൾ കഴിഞ്ഞാലും. ആകയാൽ ത്വൽഭക്തി സമ്പന്നന്മാരായുള്ളവർ ഏകാന്തമുക്തന്മാരിലേതും സംശയമോർത്താൽ ത്വൽഭക്തി സുധാഹീനന്മാരായുള്ളവർക്കെല്ലാം സ്വപ്നത്തിൽ പോലും മോക്ഷം സംഭവിക്കയുമില്ല. ശ്രീരാമ രഘുപതേ കേവലജ്ഞാനമൂർത്തേ ശ്രീരമണാത്മാരാമ കാരുണ്യാമൃത സിന്ധോ. എന്തിനോ വളരെ ഞാൻ ഇങ്ങനെ പറയുന്നു, ചിന്തിക്കിൽ സാരം കിഞ്ചിൽ ചൊല്ലുവൻ ധരാപതേ. സാധുസംഗതി തന്നെ മോക്ഷകാരണമെന്ന് വേദാന്തജ്ഞന്മാരായ വിദ്വാൻമാർ ചൊല്ലിയിടുന്നു. സാധുക്കളാകുന്നത് സമചിത്തന്മാരല്ലോ. ബോധിപ്പിച്ചിടുമാത്മജ്ഞാനവും ഭക്തന്മാർക്കായി. നിസ്പൃഹന്മാരായി വിഗതൈഷണന്മാരായി സദാ ത്വത്ഭക്തന്മാരായി നിർവൃത്താഖില കാമന്മാരായി ഇഷ്ടാനിഷ്ടപ്രാപ്തികൾ രണ്ടിനും സമന്മാരായി നഷ്ടസംഗമന്മാരുമായി സന്യസ്ത കർമ്മക്കളായി തുഷ്ടമാനസന്മാരായി ബ്രഹ്മതൽപരന്മാരായി ശിഷ്ടാചാരൈക പാരായണന്മാരായി നിത്യം യോഗാർത്ഥം യമിനിയമാതി സമ്പന്നന്മാരായ ഏകാന്തേ ശമതമ സാധനയുക്തന്മാരായി സാധുക്കൾ അവരോടു സംഗതിയുണ്ടാകുമ്പോൾ ചേതസീ ഭവൽ കഥാശ്രവണേ രതിയുണ്ടാം. ത്വത്കഥാശ്രവണേന ഭക്തിയും വർദ്ധിച്ചിടും. ഭക്തി വർദ്ധിച്ചിടുമ്പോൾ വിജ്ഞാനമുണ്ടായി വരും. വിജ്ഞാനജ്ഞാനാദികൾ കൊണ്ട് മോക്ഷവും വരും. വിജ്ഞാനമെന്നാൽ ഗുരുമുഖത്തിൽ നിന്നിതെല്ലാം. ആകയാൽ ത്വത്ഭക്തിയും നിങ്കലെ പ്രേമവായ്പും രാഘവാ സദാ ഭവിക്കേണമേ ദയാനിധേ. ത്വത്പാദാബ്ജങ്ങളിലും ത്വത്ഭക്തന്മാരിലും എന്നുൾപ്പൂവിൽ ഭക്തി പുനരെപ്പോഴും ഉണ്ടാകേണം. ഇന്നല്ലോ സഫലമായി വന്നതു മമ ജന്മം. ഇന്ന് ഋതുക്കളും വന്നിതു സഫലമായി. ഇന്നല്ലോ തപസ്സിനും സാഫല്യമുണ്ടായി വന്നു. ഇന്നല്ലോ സഫലമായി വന്നതു മന്നേത്രവും. സീതയാ സാർത്ഥം ഹൃദി വസിക്ക സദാ ഭവാൻ സീതാവല്ലഭാ ജഗന്നായക. ദശരഥേ, നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരേടത്തു കിടക്കുമ്പോഴും ഭുജിക്കുമ്പോഴും എന്നു വേണ്ട നാനാകർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ സദാകാലം മാനസേ ഭവദ്രൂപം തോന്നേണം ദയാംബുധേ. കുംഭസംഭവനിധി സ്തുതിച്ചു ഭക്തിയോടെ ചെമ്പാരി തന്നാൽ മുന്നം നിക്ഷിപ്തമായ ചാപം ബാണതൂണീരത്തോടും കൊടുത്തു. ഖഡ്ഗത്തോടും ആനന്ദവിവശനായി പിന്നെയും അരുൾ ചെയ്താൻ, ഭൂഭാരഭൂതമായ രാക്ഷസവംശം നിന്നാൽ ഭൂപതേ വിനഷ്ടമായിടേണം വൈകിടാതെ. സാക്ഷാൽ ശ്രീനാരായണനായ നീ മായയോടും രാക്ഷസവധത്തിനും മർത്യനായി പിറന്നതും 2 യോജന വഴി ചെല്ലുമ്പോൾ അവിടെ നിന്നുണ്ടല്ലോ പുണ്യഭൂമിയാകിയ പഞ്ചവടി. ഗൗതമീതീരെ നല്ലൊരാശ്രമം ചമച്ചതിൽ സീതയാ വസിക്ക പോയി ശേഷമുള്ളൊരു കാലം തത്രൈവ വസിച്ചു നീ
ദേവകാര്യങ്ങളെല്ലാം സത്വരം ചെയ്യുന്നുടനുജ്ഞ നൽകി മുനി. ശ്രുത്വൈതത് സ്വസ്ത്രസാരമഗസ്ത്യ സുഭാഷിതം തത്വാർത്ഥ സമന്വിതം രാഘവൻ തിരുവടി. ബാണചാപാദികളും തത്രൈവ നിക്ഷേപിച്ചു വീണുടൻ നമസ്കരിച്ചഗസ്ത്യ പാദാംബുജം. യാത്രയുമയപ്പിച്ചു സുമിത്രാത്മജനോടും പ്രീത്യാ ജാനകിയോടും എഴുന്നള്ളിയിടും നേരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരി ഓം. നമസ്കാരം. നമുക്ക് ഇന്നത്തെ പാരായണം ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കാം. ആരണ്യകാന്ഡമാണ് ഇന്ന് തുടങ്ങിയത്. നമ്മള് ഇപ്പോ മഹാരണ്യത്തിലേക്ക് പ്രവേശിച്ചു. കാരണം അവിടെ ഇനിയും വിരുന്നുകാരും വീട്ടുകാരും ഒക്കെ വന്ന് ഇങ്ങനെ ആ ഒരു ചെയ്യുന്ന കാര്യത്തിൽ ചിലപ്പോൾ കോൺസെൻട്രേഷൻ കിട്ടില്ല, അല്ലെങ്കിൽ അവരൊക്കെ വന്ന് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ടും കൂടിയാണല്ലോ. അപ്പൊ ഈ അവതാര ഉദ്ദേശം നടക്കണമെങ്കിൽ ഇതൊക്കെ ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ വന്ന് അവിടെ പ്രവേശിച്ചു. അത്രി മുനിയുടെ അടുത്താണ് എത്തിയത്. അവിടെ പുണ്ടരീകോദ്ഭവേഷ്ടപുത്ര എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ. അപ്പൊ പുണ്ടരീകോദ്ഭവൻ പിന്നെ ഇഷ്ടപുത്ര. പുണ്ടരീകോദ്ഭവൻ ബ്രഹ്മാവ്. അപ്പൊ ബ്രഹ്മാവിന്റെ ഇഷ്ടപുത്രൻ. ഇപ്പൊ അത്രി അങ്കിരസ് നമ്മൾ നാരായണീയത്തിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ബ്രഹ്മാവിന്റെ ശരീരഭാഗങ്ങളിൽ നിന്നുണ്ടായിട്ടുള്ള ബ്രഹ്മാവിന്റെ മാനസപുത്രന്മാരാണ്. അപ്പോ അത്രയും വിശിഷ്ടരായിട്ടുള്ള ആളുകളുടെ അടുത്തേക്കാണ് ചെല്ലുന്നത്. അങ്ങനെ അവർക്കും ശ്രീരാമചന്ദ്രസ്വാമി അവിടെ എത്തുന്നത് വലിയ സന്തോഷമാണ്. അവരൊക്കെ കാത്തിരിക്കുകയാണ്, ഇവിടെ എത്തും, ഭഗവാൻ ഇവിടെ എത്തും എന്നുള്ളത്. പിന്നീട് അവിടെ നിന്ന് പറയുന്നുണ്ട് വഴി കാണിച്ചു കൊടുക്കണം, ഇനിയും പോവാനുണ്ട് ദൂരത്തേക്ക്. അപ്പൊ അവര് പറയാണ് അദ്ദേഹത്തിനോട്, അത്രി മഹർഷിയോട് പറയാണ്, എനിക്ക് ശിഷ്യന്മാരെ ആരെങ്കിലും കൂടെ അയക്കണം, എനിക്ക് വഴി കാണിച്ചു തരണം. അപ്പൊ അത് ഒരു നമുക്ക് തന്നെ മനസ്സിലാവും, ഭഗവാനാണ് എല്ലാവർക്കും വഴി കാണിച്ചു കൊടുക്കുന്നത്. അപ്പൊ ആ ഭഗവാന് വഴി കാണിക്കുക എന്ന് പറഞ്ഞാൽ അത് കുറച്ചൊരു, അപ്പൊ നേരുള്ള മാർഗം ഭവാൻ ഏവർക്കും കാട്ടിയിടുന്നിതാരുള്ളതഹോ തവ നേർവഴി കാട്ടിയിടുവാൻ എന്നാണ് പറഞ്ഞത്. എന്നിട്ട് അപ്പൊ തന്നെ പറയുന്നുണ്ട്, എങ്കിലും ജഗതനുകാരിയാം നിനക്ക് ഒരു സങ്കടം വേണ്ട, വഴി കാട്ടാനായി ശിഷ്യന്മാരെ അയക്കാം എന്നാണ്. അപ്പൊ എന്താന്ന് വെച്ചാൽ ഈ ലോകത്തിലെ മനുഷ്യനായിട്ട് ജനിച്ചപ്പോ എല്ലാ വിധത്തിലും ആ കാര്യങ്ങളൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ അങ്ങേക്ക് വഴി കാട്ടാൻ ആരാണ്? അതുപോലെ എവിടെയാണ് താമസിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോ പറഞ്ഞില്ലേ, എല്ലാ മനുഷ്യരുടെയും മനസ്സിൽ. അപ്പം എവിടെയാണ് താമസിക്കേണ്ടതെന്ന് പറയേണ്ട ആവശ്യമില്ല. അതുപോലെ അങ്ങനെ അവിടെ നിന്ന് വന്ന് പിന്നീടാണ് വിരാധവധമാണ് അടുത്തത് വരുന്നത്. അപ്പൊ ആ ദണ്ഡകാരണ്യത്തിൽ പ്രവേശിച്ചപ്പോ അവിടെ നമ്മൾ രാമായണത്തിലെ അത് ആലോചിക്കുകയാണെങ്കിൽ നമുക്കത് കൃത്യമായിട്ട് അത് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ആ രാമായണം 2 ദശകം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അത് രണ്ടും വായിച്ചിട്ട് ഇതും കൂടി വായിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട്, അതിൽ കൺസൈസ്ഡ് ഫോമിലാണ്, ഇത് എക്സ്പാൻഡഡ് ഫോമിലാണ്, അത്ര വ്യത്യാസമുള്ളൂ. പിന്നീട് അവര് ആ വിരാധൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട്. വിരാധൻ വരുന്നത് തന്നെ ഒരു ഭീകരമായിട്ടുള്ള അട്ടഹാസത്തോടും അതുപോലെ തന്നെ ശരീരം അതുപോലെയാണ്. പിന്നെ പറയുന്നുണ്ട്, തോളില് ഇങ്ങനെ വേട്ടയാടിയിട്ട് കിട്ടിയ മൃഗങ്ങളെയൊക്കെ തോളിൽ തൂക്കിയിട്ടിട്ടുണ്ട്. അങ്ങനെ വന്ന് അപ്പൊ എന്നെ അറിയില്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ചില ആളുകൾ വന്നിട്ട് ചോദിക്കില്ലേ, എന്നെ നിങ്ങൾ അറിയില്ല എന്ന് പറയും. അപ്പോ അതുപോലെയാണ് ചോദിക്കുന്നത്, എന്നെ അറിയില്ലേ, എന്നെ അറിയാത്തവര് ഈ ലോകത്തിലില്ല എന്നൊക്കെയാണ്. അങ്ങനെ വന്ന് എനിക്ക് നല്ല വിശപ്പുണ്ട്, നിങ്ങളെ ഭക്ഷിക്കും എന്നുള്ള അർത്ഥം. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ പിന്നെ അവിടെ കൈകളും കാലുകളും ഒക്കെ മുറിച്ചു, പിന്നീട് തല അറുത്തു എന്നൊക്കെയാണ്. അത് കഴിഞ്ഞിട്ട് അങ്ങനെ ആ സമയത്താണ് പിന്നെ കൃത്യമായിട്ടുള്ളത് സംഭവിക്കുന്നത്. ആ വിരാധൻ, അപ്പൊ അങ്ങനെയാണ് ഓരോ ജന്മവും നല്ല ജന്മങ്ങൾ തന്നെയാണ്. അപ്പൊ കർമ്മങ്ങളെ കൊണ്ടാണ് അത് ദോഷമായിട്ട് വരുന്നത്. പിന്നെ വിരാധനിൽ നിന്ന് ഒരു തേജസ്സാണ് വരുന്നത്. നമ്മള് അഘമോക്ഷത്തിലും എല്ലാറ്റിലും കണ്ടിട്ടുണ്ട്. അപ്പൊ ആ തേജസ് ഭഗവാനിൽ ലയിക്കുകയാണ് പിന്നെ, അല്ലെങ്കിൽ ആ തേജസ് പിന്നീട് സ്തുതിക്കുകയാണ് ഭഗവാനെ. വിരാധസ്തുതി അതും വളരെ കേമായിട്ടുള്ളതാണ്. അപ്പൊ അവിടെ വിരാധസ്തുതി ഗംഭീരമായിട്ടുള്ള ഒരു സ്തുതിയാണ്.
അവിടെ വാണികൾ കൊണ്ട് നാമകീർത്തനം ചെയ്യാകണം, പാണികൾ കൊണ്ട് ചരണാർച്ചനം ചെയ്യാകണം. നമ്മൾ നാരായണീയത്തില് 3-ാമത്തെ 4-ാമത്തെ ശ്ലോകത്തിൽ പഠിച്ചിട്ടുണ്ട്. വിധൂയ ക്ലേശാന്മേ പഠിച്ചിട്ടുണ്ടല്ലോ. എനിക്ക് ശ്ലോകം ഇപ്പൊ ഓർമ്മ വരുന്നില്ല. എന്തായാലും അത് അപ്പൊ ആ പ്രാർത്ഥനയാണ്. പിന്നീട് ശരഭംഗന്റെ ആശ്രമത്തിലേക്കാണ് ചെല്ലുന്നത്. ശരഭംഗ ആശ്രമത്തില് ശരഭംഗ മഹർഷി അവിടെ കാത്തിരിക്കുകയാണ് രാമനെ. അപ്പോ അത്രയും നാളത്തെ തപസ്സിന്റെ ഫലം രാമനിലേക്ക് കൊടുക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാ? രാമൻ ചെയ്യേണ്ട കാര്യങ്ങൾ ധാരാളമായിട്ടുണ്ട്. അപ്പൊ ഈ രാക്ഷസരെയൊക്കെ വധിക്കുക, അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ. അപ്പൊ അതിനൊക്കെ ഒരു കൂടുതൽ എനർജി ആവശ്യമുണ്ട്. അപ്പൊ എല്ലാവരും അതിന് സഹകരിക്കുകയാണ്. എന്നിലുള്ള എനർജിയും കൂടി അങ്ങ് എടുത്തോളൂ എന്നാണ്. അപ്പൊ ഭാർഗവരാമനും കൊടുത്തുല്ലോ. എല്ലാവരും എനർജി അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാണ്. പിന്നീട് കൂടുതൽ മുനിമാരുള്ള സ്ഥലത്തേക്കൊക്കെ എത്തുകയാണ്. അവിടെയൊക്കെ ചെല്ലുമ്പോൾ അവിടെയൊക്കെ കാണുന്നത് എന്താണ്? യാഗങ്ങളൊക്കെ മുടക്കി പലരെയും പിടിച്ചു തിന്ന് അങ്ങനെ തലയോടുകളും എല്ലും ഒക്കെ കാണുന്നുണ്ട്. അപ്പൊ രാമൻ ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ എന്താണ്? അപ്പോ ഇതാണ് കാരണം. ഇവിടെ രാക്ഷസന്മാരുടെ വിളയാട്ടമാണ്. അപ്പൊ അവര് എല്ലാവരെയും പിടിച്ചു തിന്ന് അങ്ങനെയൊക്കെയാണല്ലോ നടക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഇതൊക്കെ ഇല്ലായ്മ ചെയ്യണമെങ്കിൽ അങ്ങ് എത്തണം, അങ്ങ് ഇവിടെ എത്തണം. അപ്പൊ അതുകൊണ്ട് ഇവിടെ എത്തണം എന്നുള്ളത് ദൈവനിയോഗമാണ്. അതിനാണ് മന്ധരിയും ഒക്കെ ഇങ്ങനത്തെ ഇതൊക്കെ ചെയ്യിപ്പിച്ചത്. അപ്പൊ ഇത് ഇന്നലെ പറഞ്ഞ പോലെ എല്ലാം ദൈവഹിതമാണ്. പിന്നീട് അവിടെയും സുധീഷ്ണാശ്രമത്തിലും ധാരാളം വളരെ അവിടെയും സ്തുതികളൊക്കെ ഉണ്ട്. പിന്നീടാണ് അഗസ്ത്യ ആശ്രമത്തിൽ വരുന്നത്. അഗസ്ത്യന്റെ ആശ്രമത്തിൽ വരുമ്പോ അഗസ്ത്യൻ എന്തൊക്കെയാ കൊടുക്കുന്നുണ്ടല്ലോ. അഗസ്ത്യമുനി ധാരാളം എന്താ പറഞ്ഞത്, അമ്പും ഒക്കെ കൊടുക്കുന്നുണ്ട്. കാരണം രാവണ നിഗ്രഹത്തിന് ഇതൊക്കെ ആവശ്യമുണ്ട്. പിന്നീട് അഗസ്ത്യസ്തുതിയാണ് ഏറ്റവും വിശേഷപ്പെട്ട. അഗസ്ത്യസ്തുതി ഇതിലുണ്ട്. അഗസ്ത്യസ്തുതി പഠിച്ചു കഴിഞ്ഞ് പിന്നെ ആ ഭാഗം പഠിക്കുമ്പോൾ നമ്മൾ നാരായണീയത്തിൽ പഠിച്ച അതേ സംഗതികളാണ്. അപ്പോ അഗസ്ത്യരൊക്കെ സ്തുതിക്കും. അതെന്താ? നമ്മുടെ കയ്യിലുള്ളത് നമുക്ക് കൊടുക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ സാധുസംഗതി തന്നെ മോക്ഷകാരണം എന്നാ പറഞ്ഞത്. അപ്പൊ ഈ മുനിമാരൊക്കെ എങ്ങനെയുള്ളവരാണ്? സമചിത്തന്മാരാണ്. അവർക്ക് എങ്ങനെയാണ്? സങ്കടം വന്നാലും സന്തോഷം വന്നാലും അവര് സമചിത്തതയായിട്ടുള്ള ആൾക്കാരാണ്. അങ്ങനെയുള്ളവരിൽ നിന്നാണ് അവരുടെ കൂടുതൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. നിസ്പൃഹന്മാരായി, വിഗതൈഷണന്മാരായി, സദാ ഭക്തന്മാരായി, നിവൃത്ത അഖില കാമന്മാരായി, ഇഷ്ടാനിഷ്ട പ്രാപ്തികൾ രണ്ടിലും സമന്മാരായി, അങ്ങനെയുള്ള ആളുകളാണ്. അപ്പോ അങ്ങനെയുള്ള ആളുകളുടെ സംസർഗം കൊണ്ട് തന്നെ എല്ലാവർക്കും ആ ഒരു ഭക്തിഭാവം വരും. പിന്നെ ഭക്തി ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ്? ഭഗവാനോട് പ്രേമം അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ ഭഗവാൻ മാത്രം മതി എന്നുള്ള ഒരു അവസ്ഥ വരെയാണ്. അപ്പൊ കൂടുതൽ അപ്പോഴാണ് പിന്നെ ഭക്തി വർദ്ധിച്ചിടുമ്പോൾ വിജ്ഞാനം ഉണ്ടായി വരും. വിജ്ഞാനം, ജ്ഞാനം ആദികൾ കൊണ്ട് മോക്ഷവും വരും എന്നാണ്. അപ്പൊ ജ്ഞാനവും വിജ്ഞാനവും, ഭഗവാനെ കുറിച്ചുള്ള അറിവ് കൂടുതൽ അപ്പൊ അത് പഠിക്കാനും അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാനും അവിടെയാണ് പിന്നെ ആ തിരിച്ചറിവ് ഉണ്ടാകുന്നത്. അങ്ങനെ ആ ഒരു വലിയ ഇതൊക്കെ ഇത് കൃത്യമായിട്ട് രാമായണത്തിലെ ചില ഭാഗങ്ങള് പഠിക്കണം. വെറുതെ വായിച്ചാ പോരാ ശരിക്ക്. അപ്പൊ പിന്നെ അഗസ്ത്യ മഹർഷി അവിടെ കൊടുത്തതാണ് ബാണതൂണീർ ജംഭാരി തന്നാൽ മുന്നം നിക്ഷിപ്തമായ ചാപം ബാണതൂണീരത്തോടും കൊടുത്തു ഖഡ്ഗത്തോടും ആനന്ദ വിവശനായി. അപ്പോ ആവനാഴിയോടുകൂടി അമ്പും വില്ലും എല്ലാം കൊടുത്തു, വാളും കൊടുത്തു. എന്തിനാണ്? ഭൂഭാരഭൂതമായ രാക്ഷസ വംശം നിന്നാൽ ഭൂപതയെ വിനഷ്ടമായി ഇടണം വൈകിയിടാതെ. അതിനു വേണ്ടിയാണ് ഇതെല്ലാം കൊടുത്തത്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്ത് നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തു. അങ്ങനെ വന്നപ്പോ ശ്രീരാമസ്വാമി നമസ്കരിച്ചു അഗസ്ത്യ പാദാംബുജം. അപ്പൊ അവിടെ ദണ്ഡ നമസ്കാരം ചെയ്തു അഗസ്ത്യ മഹർഷിയെ. അങ്ങനെയാണ് അവിടുന്ന് ഇനി പുറപ്പെട്ടു. എല്ലാവരോടും കൂടി വീണ്ടും ഒരു സ്ഥലത്തും സ്ഥിരമായിട്ട് നിൽക്കുന്നില്ലല്ലോ. ഇനി അവിടുന്ന് പോരാണ്. ഇനി അടുത്ത ഇതിൽ നമ്മള് ജടായു സംഗമം എന്നുള്ള വലിയൊരു ഇതാണ് നമ്മൾ അടുത്ത ദിവസം കാണാൻ പോകുന്നത്. ഇത് ഇങ്ങനെ പറഞ്ഞാലൊന്നും പോരാ, നല്ലോണം നമ്മൾ രാമായണം പഠിക്കണം. ഇത് ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും കൂടുതൽ ഇങ്ങനെ
പഠിക്കണം. വെറുതെ വായിച്ചാൽ പോരാ. കർക്കിടക മാസത്തിൽ ഒതുക്കാനുള്ളതല്ല രാമായണ പാരായണം. നമുക്ക് ക്ലാസ് ആയിട്ട് തന്നെ എടുക്കണം. അനിതാജി അത് ക്ലാസ് എടുക്കും ഇനി. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ഇന്നത്തെ ഈ പാരായണം നമുക്കിവിടെ സമർപ്പിക്കാം. വളരെ മനോഹരമായിട്ടുള്ള സന്ദർഭങ്ങളും അതുപോലെ തന്നെ വിജ്ഞാനം ഉളവാക്കുന്ന എല്ലാ ഈ സ്തുതികളൊക്കെ നമുക്ക് ശരിക്ക് നിത്യപാരായണത്തിന് ഉപയോഗിക്കാവുന്ന സ്തുതികളാണ് ഇതൊക്കെ. കാരണം നാരായണീയത്തിലും ഒക്കെയുള്ള സ്തുതികളെ പോലെ തന്നെ അതിനേക്കാൾ കൂടുതൽ കുറച്ചുകൂടി മനസ്സിലാവും. കാരണം ഇത് കൃത്യം മലയാളത്തിലാണല്ലോ. നമുക്ക് പഠിക്കാം. നമ്മളെ പഠിക്കാൻ ഭഗവാൻ അതിനുള്ള അനുഗ്രഹം ഭഗവാൻ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കിവിടെ സമർപ്പിക്കാം. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേർ സ്വഭാവം കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേത് തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ മഹാപ്രഭോ. ഹരി ഓം.